ബദറിൽ കൊല്ലപ്പെട്ടവരെ 3 ദിവസം ഉപേക്ഷിച്ചു. പിന്നീട് അവരുടെ അടുക്കൽ ചെന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ അബൂജഹൽ ബിൻ ഹിഷാം, അല്ലയോ ഉമയ്യത്ത് ബിൻ ഖലഫ്, അല്ലയോ ഉദ്ബത്ത് ബിൻ റബിഅ, അല്ലയോ ഷൈബത്ത് ബിൻ റബിഅ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് നിങ്ങൾ സത്യമായി കണ്ടില്ലേ? എനിക്ക് എൻ്റെ രക്ഷിതാവ് വാഗ്ദാനം ചെയ്തത് ഞാൻ സത്യമായി കണ്ടു. അപ്പോൾ ഉമർ പ്രവാചകന്റെ വാക്ക് കേട്ടു. അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, എങ്ങനെയാണ് അവർ ഉത്തരം നൽകുക? അവർ ശവങ്ങളായി തീർന്നിട്ടുണ്ടല്ലോ. നബി പറഞ്ഞു, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഞാൻ പറയുന്നത് അവരെക്കാൾ കേൾക്കുന്നവരല്ല, പക്ഷെ അവർക്ക് ഉത്തരം നൽകാൻ സാധിക്കുകയില്ല. പിന്നീട് അവരെ വലിച്ച് ബദറിലെ പൊട്ടക്കിണറ്റിലിടുവാൻ കൽപ്പിച്ചു. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 51 ഹദീസ് നമ്പർ 77. അപ്പം ഇത് മൃതശരീരങ്ങളെപ്പോലും അവഹേളിക്കുന്ന, അപമാനിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, ഒരു സാഡിസ്റ്റ് ചിന്താഗതിക്കാരനായിട്ടാണ് നമുക്ക് മുഹമ്മദിനെ കാണാനായിട്ട് സാധിക്കുന്നത്. മൃതദേഹങ്ങളെ